ഹായ് ഫ്രണ്ട്സ്, അപ്പം നല്ലൊരു ഞായറാഴ്ചയായിട്ട് രാവിലെ വന്നല്ലോ വീഡിയോ ആയിട്ട് എന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് കാണും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഈ വീഡിയോ. കുറേ സിനിമാ വാർത്തകളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം ഇതൊരു ചിലപ്പം കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആയിട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണും. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിരുന്ന് പൊങ്കാലയിട്. കുറച്ച് ദിവസമായില്ലേ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പം നമുക്ക് വെള്ളിയാഴ്ച 2-3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമയ്ക്കും നല്ല രീതിയിലുള്ള ഒരു ആവറേജിന് മുകളിലുള്ള റെസ്പോൺസ് ഉണ്ട്. എന്നാൽ നല്ല ഹൈപ്പ് കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടിയ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരിവേട്ടയായിരിക്കും. നരിവേട്ടയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ട്. എന്നാലും അത് ഒരു റിയലിസ്റ്റിക് സംഭവത്തിനെ സിനിമാറ്റിക് വെർഷനിൽ അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ മാത്രമാണ് ആ സിനിമയ്ക്ക് റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആസാദി എന്ന് പറഞ്ഞ സിനിമയായിരിക്കും ഇതിനകത്ത് ചിലപ്പം ബെസ്റ്റ് ആവാനുള്ള സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആസാദി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണുള്ളത്. സിനിമ ഒരു ജയിൽ ബ്രേക്ക് അല്ലെങ്കിൽ പ്രിസൺ ബ്രേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നമ്മൾ ഈ സിനിമകളൊന്നും കാണാൻ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയും പോലെ വേറെ ജോലിയില്ലേ മറ്റേതില്ലേ മറിച്ചിരുന്ന് കേൾക്കും പോലെ നമുക്ക് വേറെ ജോലിയുണ്ട്. ഇത് സിനിമ നമ്മൾ പോയി എല്ലാ സിനിമകളും പോയി തിയേറ്ററിൽ പോയി കാണുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മൾ വേറെ ജോലികളൊക്കെ നമുക്കുണ്ട്, ആ ജോലികൾ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്കങ്ങനെ കളയാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറച്ചൊക്കെ വീഡിയോകൾ വാർത്തകൾ ചെയ്ത് വരണം. അതുപോലെ തന്നെ നമ്മൾ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ പുതിയൊരു അപ്ഡേഷനാണ്. സിനിമയ്ക്ക് പുതിയൊരു റെക്കോർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഷോ കൗണ്ട് ചെയ്ത സിനിമ, അതായത് നമ്മുടെ പുലിമുരുകന് ശേഷം ഏറ്റവും കൂടുതൽ ഷോ കൗണ്ട് കൂടിയ സിനിമയെന്ന് പറയുന്നത് തുടരും എന്ന് പറഞ്ഞ സിനിമയാണെന്നുള്ള കാര്യം അവർ തന്നെ ഒഫീഷ്യലായിട്ട് വെളിവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാന്നുള്ളതേ തുടരുന്ന ഈ പുലിമുരുകന് ശേഷം വന്ന നമ്മുടെ ലൂസിഫർ, ബാക്കിയുള്ള സിനിമകൾ അതൊക്കെ വലിയ രീതിയിലുള്ള റെക്കോർഡ് കളക്ഷനൊക്കെ നേടിയ സിനിമകൾക്കൊക്കെ ഇത്രയും ഷോ കൗണ്ട് വന്നിട്ടില്ലേ എന്ന് നമുക്ക് ആലോചിക്കാം. ലേശം ബുദ്ധിയുള്ളവന്മാർ ചിന്തിക്കാം. അപ്പം തുടരും എന്ന് പറഞ്ഞ സിനിമ ഈ റെക്കോർഡുകളൊന്നും അടിച്ച് മറിച്ച് കീഴടക്കുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിനുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് നമ്മൾ വിട്ടതാണ്. ആ സിനിമ സാധാരണ ഒരു സിനിമയായിട്ട് കണ്ടിരുന്ന ആൾക്കാരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സിനിമ അങ്ങനെ ഒരു സിനിമയല്ല, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേടിത്തരുന്ന ഒരു സിനിമയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒരിക്കലും അത് നിങ്ങൾക്ക് ഉദാഹരണം എന്ന് വെച്ചാൽ ആ സിനിമ ഫാൻസുകാർ പോലും വേണ്ടെന്ന് വെച്ച സിനിമയാണ്. കാരണം ആദ്യ ദിവസം വെറും 5.5 കോടി രൂപയ്ക്ക് താഴെയായിരുന്നു അതിൻ്റെ കളക്ഷൻ. 5.25 കോടി രൂപയാണെന്ന് തോന്നുന്നു അതിൻ്റെ കളക്ഷൻ. ഫാൻസുകാർ അതിനെ ഫാൻ ഷോ എന്ന് പറയുന്നത് 60% താഴെയായിരുന്നു അതിൻ്റെ ഒക്യുപ്പൻസി. അതായത് ആദ്യത്തെ 10 മണിക്കുള്ള ഷോ ആയിരുന്നു. അത് ഫാൻസുകാർ പോലും വിട്ട സിനിമയായിരുന്നു. കാരണം അതൊരു ചെറിയൊരു ഫാമിലി സിനിമ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഇനി എന്തിന് കാണിക്കാന്നുള്ള രീതിയിലുള്ള ഭാവമായിരുന്നു ഫാൻസുകാർക്ക്. എന്നാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു ആ വീഡിയോയിൽ ഇട്ടത്. തുടർന്നുള്ള സിനിമയ്ക്ക് നമ്മൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കൊടുത്തിട്ട് അത് ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ സിനിമ എല്ലാ റെക്കോർഡും ഭേദിക്കുമെന്ന് ആദ്യം പറഞ്ഞത് ഏതൊരു വീഡിയോയിൽ നിങ്ങൾ ഏതൊരു ചാനൽ കാണിച്ചു തന്നാലും ഈ സിനിമ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആകുന്നു, അത് എല്ലാ റെക്കോർഡുകളും ഭേദിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവുകൾ ഞാൻ തരാം. അല്ലെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കുറേ പേർക്ക് അറിയാം അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ തുടരുമെന്ന് പറഞ്ഞ സിനിമ എന്ത് രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതിന് എന്താവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഇതിൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം. അപ്പം ആർക്കെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലിടാം. കുറേ പേര് ഇട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാക്ക് പൊന്നായി എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പം പിന്നെ ഈ സിനിമകളിൽ നമുക്കിപ്പോൾ ഈ വെള്ളിയാഴ്ച ഇറങ്ങിയ 4 സിനിമകളിൽ ബാച്ചിലർ പാർട്ടിക്കും നല്ല അഭിപ്രായം, ബാച്ചിലർ പാർട്ടി മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, അതിന് നല്ല അഭിപ്രായം ലഭിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആ സിനിമയായിരിക്കും ഇതിനകത്ത് പോക്കാവാൻ ചാൻസ് ഉള്ളൊരു സിനിമ എന്നാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. കാരണം കയറി വരുന്നത് വെച്ചാൽ ഇത്രയും നല്ല സിനിമകൾ 4 ഒരുമിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ സിനിമയും കാണാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടനായിരിക്കും അതിനകത്ത് കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ടോവിനോയ്ക്കായിരിക്കും അതിനകത്ത് കളക്ഷൻ നേടാനുള്ള കൂടുതൽ സാധ്യത. കാരണം നരിവേട്ടയ്ക്ക് കുറച്ച് നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. എന്നാൽ അശ്വന്ത് കോക്ക് നരിവേട്ട ഇഷ്ടപ്പെട്ടിട്ടില്ല, വെറും വേസ്റ്റ് പടം. ടൊവിനോയ്ക്ക് അഭിനയിക്കാറുണ്ട്, ചാന്ത് ചക്കരമുത്തിലെ ദിലീപിനെ പോലെയാണെന്നൊക്കെയാണ്
നമ്മുടെ കോക്ക് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്തൊക്കെ അടിച്ചിട്ടാണ് സിനിമ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവന് നല്ല സിനിമകളൊന്നും ഇഷ്ടപ്പെടില്ല. അവന് ഈ ഏത് സിനിമ നമ്മുടെ ബ്രോമാൻസിലെ മറ്റേ പറയാൻ വയ്യ, ബ്രോമാൻസിലെ പയ്യൻ്റെ പ്രകടനം കണ്ടിട്ട് മുകേഷിനെ പോലെ ആയിരുന്നു അവൻ്റെ അഭിനയം. മാത്യു തോമസ് ഈസ് ഈക്വൽ ടു മുകേഷ്. പണ്ടത്തെ മോഹൻലാൽ മുകേഷ് സിനിമകളുടെ ആ ഒരു രീതി ഓർമ്മിപ്പിക്കുന്ന സിനിമ എന്നൊക്കെയാണ് നമുക്ക് അശ്വന്ത് ഗോക്കിന് തോന്നി. അശ്വന്ത് ഗോക്ക് വേറെ ലെവലാണടേ. അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അവന് നല്ല സിനിമകളെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീഡിയോക്ക് റീച്ച് കിട്ടൂല. കാരണം എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വ്യത്യസ്തത വേണ്ടേ. അവൻ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അവൻ്റെ വീഡിയോയിൽ പുതുമ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് 100 പേര് പോസിറ്റീവ് പറഞ്ഞ സിനിമയെ ഞാൻ എന്തിനു പോസിറ്റീവ് പറയണം? ഞാൻ നെഗറ്റീവ് പറയും. എനിക്കല്ല എൻ്റെ വീഡിയോയ്ക്ക് പൈസ ഇട്ടുള്ളൂ. പിന്നെ എന്നെ അവർ സമീപിച്ചിട്ടുമില്ല. ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഒരു ടീം എന്നെ സമീപിച്ചിട്ടില്ല. എനിക്ക് എന്തുകൊണ്ട് പൈസ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനും നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും അവൻ്റെ സംസാരം. നമുക്കതിവിടെ അപ്പം റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടെന്നുള്ള ചിന്തിക്കുന്നമാതിരി ഇവൻ്റെ റിവ്യൂ മാത്രം ഒന്ന് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഉണ്ണി വ്ളോഗ്സ്, അവൻ ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഈ തൊലിക്കറുപ്പും മറ്റേതും മറിച്ചതും ജാതിക്കാരെ മറ്റേ ഉയർത്തി കാണിക്കുന്നതും അങ്ങനത്തെ സിനിമകളൊക്കെ ആയിരിക്കും അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവന് ജാതിയിലെ ചിന്തയാണ് അവൻ്റെ മനസ്സിൽ മൊത്തം. താഴ്ന്ന ജാതിക്കാരെ മുകളിലോട്ട് കൊണ്ടുവരണം, മുകളിലോട്ടുള്ള ജാതിക്കാരെ മറ്റേ ആരെങ്കിലും സിനിമയിൽ പരാമർശിച്ച് കഴിഞ്ഞാൽ അത് ജാതിക്കാരെ മറ്റേ വലുതാക്കി കഴിഞ്ഞ് മറ്റേതാണ് മൊച്ചാണ് മറ്റേ കറുത്ത ഒരാളിൻ്റെ കറുപ്പനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് കൊണ്ട് ഇളവും. അവനല്ലെങ്കിലും ഇളവും. അവനല്ലേ ഇളവേണ്ടത്. അതിനകത്ത് ഇളവേനുള്ള ഏറ്റവും കൂടുതൽ യോഗ്യത ഉയർത്താൻ അവൻ മാത്രമാണ്. കാരണം അവൻ്റെ ചാനലിൻ്റെ ഒരു മുഖമുദ്ര തന്നെ ജാതീയത, വർഗീയത, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്, മറ്റേ ഷെയ്മിങ്, മറിച്ച് ഷെയ്മിങ്, അതിനെ വെച്ചിട്ടാണ് അവൻ്റെ മാർക്കറ്റിങ്. അവൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് പോണവന്മാരെ നമുക്കൊന്നും പറയാനില്ല. ഈ ഉണ്ണി വ്ളോഗ്സ്, അശ്വന്ത് ഗോക്ക്, ഇവന്മാരുടെ റിവ്യൂ 2 പേരുടെ റിവ്യൂ മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ബാക്കിയുള്ള കുറേ ക്വാളിറ്റിയുള്ള റിവ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ മൺസൂൺ മീഡിയ നല്ലൊരു റിവ്യൂവർ ആയിരുന്നു. മൺസൂൺ മീഡിയ ചാനലിൻ്റെ സുധീഷ് പയ്യന്നൂർ നല്ലൊരു റിവ്യൂവർ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും പുള്ളിക്ക് അതിൻ്റെ ടേസ്റ്റ് പോയി. പുള്ളി ഇപ്പം പഴയ ചിന്താഗതിക്കാരനാണ്. ഇപ്പം ഇറങ്ങുന്ന സിനിമകളുടെ ആ ഒരു സ്വാദൊന്നും പുള്ളിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നല്ലൊരു റിവ്യൂവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കിഴി എന്ന് പറഞ്ഞ ചാനലിൽ 2 പയ്യന്മാരിൽ നിന്ന് റിവ്യൂ പറയുന്നത് അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത്. 2 പേർക്കും ചിലപ്പോൾ വേറെ ചിന്താഗതിയായിരിക്കും, ചിലപ്പോൾ 2 പേർക്കും നല്ല ഒരേ ചിന്താഗതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കൂടുതലും കാണുന്നത് അവരുടെ റിവ്യൂസാണ്. പക്ഷേ അവരുടെ റിവ്യൂസിലാണെങ്കിൽ പോലും ചിലപ്പോൾ ചില സിനിമകളൊക്കെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. CBI 5 ഒക്കെ എനിക്ക് മോശമായിട്ട് തോന്നിയ സിനിമയാണ്. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് ഓരോരുത്തർക്കും 80% കോമ്പാക്റ്റുകളായിട്ട് വരുന്നത് അവരുടെ എൻ്റർടൈൻമെൻറ്റ് കീഴിലെ ഒരു റിവ്യൂ ആണ് എനിക്കിപ്പം വരുന്നത്. പിന്നെ സിനിമകൾ കാണുമ്പോഴത്തേക്ക് സിനിമയിൽ നമ്മുടെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ നമ്മൾ ഉരച്ച് നോക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ നോക്കുന്നവരാണ് എൻ്റർടൈൻമെൻറ്റ് കീഴിലാകത്തുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ റിവ്യൂസിൽ കുറച്ച് വില കൊടുക്കാറുണ്ട്. പക്ഷേ 100% കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ടേസ്റ്റ് അല്ല എൻ്റെ ടേസ്റ്റ്. നമ്മളൊരു റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നതിനോടുള്ള എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണ് കാണാൻ ഒരുത്തൻ പോകും, അവൻ വന്നിട്ട് പറയും പെണ്ണ് കൊള്ളാം, എന്നാൽ ഞാൻ പോയി കണ്ട് കെട്ടിയേക്കാം എന്ന് പറഞ്ഞ് പോകുന്നവന്മാരെ പോലെയാണ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 5 സിനിമ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം 1-2 സിനിമ കാണാനുള്ള പൈസ നമ്മളതിൽ കാണുള്ളൂ. എല്ലാവരെയും പോലെ നമുക്ക് ഇഷ്ടം പോലെ പൈസകളുള്ളവരാണെങ്കിൽ എല്ലാ സിനിമയ്ക്കും പോവാം. അല്ലെങ്കിൽ ഇതേപോലെ റിവ്യൂ ഇടുന്നവന്മാരാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് മറ്റേ വലിയ രീതിയിലുള്ള വരുമാനം കിട്ടുന്നതാണെങ്കിൽ എനിക്കും എല്ലാ സിനിമയ്ക്കും പോകാം. പക്ഷേ നിങ്ങളാരും എന്നെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ 99% പേര് അല്ലെങ്കിൽ 98% പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള വരുമാനം വേണ്ടേ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ. നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ മോശം സിനിമയെ നല്ല സിനിമയെ മോശമെന്ന് പറഞ്ഞിട്ടില്ല. ബസൂക്ക എനിക്ക് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ബസൂക്ക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു 20 മിനിറ്റാണ് സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് നല്ല സിനിമയെന്ന് തോന്നിപ്പിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള പ്രകടനം മമ്മൂട്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. അതില്ലെന്ന് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുന്ന ഒരു മോഹൻലാൽ ഫാൻസും കാണൂല. കാരണം അത്ര രീതിയിൽ അതിൻ്റെ പെർഫോമൻസ് കൊണ്ട് ആ സിനിമയെ ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു ലാസ്റ്റ് 20 മിനിറ്റ് നമ്മളൊരു സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്താണ് തോന്നേണ്ടത്? അവസാനം നമുക്ക് സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ അടിപൊളി എന്ന് തോന്നാം. അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ആയ 20 മിനിറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ
കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എമ്പുരാനെ ഞാൻ നെഗറ്റീവ് പറഞ്ഞു, മറ്റേത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മോഹൻലാൽ ഫാൻസ് എന്നെ എതിർത്തിട്ടുണ്ട്. അതിന് എനിക്കൊരു വിഷമമില്ല. കാരണം ആരെ എതിർത്താലും പറയേണ്ടത് പറയൂടെ. അല്ലാതെ ഞാൻ ഇപ്പോൾ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് കുറേ വീഡിയോ ഇട്ട് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, നല്ല കമൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മോഹൻലാലിനെ മാത്രം പൊക്കി പറയാൻ പറ്റും. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം ഈ ചാനലിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ നെഞ്ചിത്തൊട്ട് പറയാം, ഒരു മമ്മൂട്ടി സിനിമകളെയും ഒരു മോഹൻലാൽ സിനിമയും മോശമായ സിനിമകളെ ഞാൻ നല്ല സിനിമകളെ മോശമൊന്നും ഞാൻ പറയൂലെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ പല കാര്യങ്ങളും പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും എന്നുള്ളത് പറയും പോലെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങും മുമ്പേ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ആ സിനിമ ഇറങ്ങും മുമ്പേ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയാം. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് തുടരുന്ന സിനിമയ്ക്ക് ഈ ചാനലിൽ പോസിറ്റീവ് ആയിരിക്കും എന്ന്. ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ റിവ്യൂവിൽ എൻ്റെ പ്രിവ്യൂ എന്ന് പറഞ്ഞ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ തുടരുന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ്, പോസിറ്റീവ് റിവ്യൂ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കാം. തുടരുന്ന പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് റിലീസിന് മുമ്പ് ഒരു 2-3 ദിവസം മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കാം. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയൂടെ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളൊരു മോഹൻലാൽ ഫാനാണോ അല്ലെങ്കിൽ നിങ്ങളൊരു മമ്മൂട്ടി ഫാനാണോ? മോഹൻലാലിൻ്റെ നല്ല കാര്യങ്ങൾ പറയും, മോശം കാര്യങ്ങളും പറയും. മമ്മൂട്ടിയുടെ നല്ല കാര്യങ്ങളും പറയും, മോശം കാര്യങ്ങളും പറയും. ഇപ്പോൾ മമ്മൂട്ടി സെലക്ഷനൊന്നും നല്ലതല്ല. 2025 ബസൂക്കയും ഡൊമിനിക്കും ഒക്കെ ഇറങ്ങിയെങ്കിലും സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസ് 2 സിനിമയും എനിക്ക് ഡൊമിനിക്ക് എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതാണ്, ചിലർക്ക് ചില സിനിമകൾ ഇഷ്ടപ്പെടില്ല. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ലാസ്റ്റ് 20 മിനിറ്റിലെ പെർഫോമൻസ് അല്ലാതെ ആ സിനിമയ്ക്കകത്ത് വലിയ വേറിട്ട ചിന്താഗതിയിലുള്ള സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അശോകൊക്കെ പറഞ്ഞതുപോലെ ബസ്സിരുന്ന് കഥ പറയുന്ന ഒരു സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന സിനിമയാണ്. പക്ഷേ 2024 മമ്മൂട്ടി സെലക്ട് ചെയ്തതുപോലെ അല്ല 2025 സെലക്ട് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.